എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഷാമാസ് വേൾഡിലേക്ക് സ്വാഗതം. ബിസ്ക്കറ്റും പാലും കുറച്ച് ബേക്കിംഗ് സോഡയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മെയിനായിട്ടും വേണ്ടത് ബിസ്ക്കറ്റാണ്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ്. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, ഒരെണ്ണം 20 ഗ്രാമിൻ്റെ, അങ്ങനെ 2 പാക്കറ്റ്. അപ്പോൾ അതായത് ടോട്ടൽ 40 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 1 കപ്പ് മിൽക്ക്, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏകദേശം ഈ 1 കപ്പ് മൊത്തം ആവശ്യം വരും. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂണോളം ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റുകളൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് നന്നായി തുടച്ച്, വെള്ളമൊന്നും പാടില്ല, നന്നായി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കുക. ഇത് മൊത്തത്തിൽ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ശരിക്കായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പം നമുക്ക് 2-3 പ്രാവശ്യം ചെറിയ പീസാക്കിയിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. മധുരം കുറച്ച് മതി എന്നുള്ളവരെ ഈ ബിസ്ക്കറ്റ് മാത്രം പൊടിച്ചെടുത്താലും മതി. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് കുറച്ച് കുറയും. പിന്നെ കേക്കിന് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. ഷുഗർ പേഷ്യൻസും വയസ്സായ ആൾക്കാർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ മാത്രം മതി. അതല്ല, കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി മധുരം ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ 5 to 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ നമ്മൾ ആഡ് ചെയ്യേണ്ടെന്ന്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ് നല്ലത്. അല്ലെങ്കിൽ പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ഇട്ട് പൊടിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അതാ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബിസ്ക്കറ്റുകളും ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാ ബിസ്ക്കറ്റും പൊടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് നമ്മൾ അതിൽ ബേക്കിംഗ് സോഡ ഇട്ട് പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പൗഡറുകളിലൊന്നും അത് ആഡായി വന്നിട്ടില്ല. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് എല്ലാ കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത പൊടിയിലേക്ക് നമുക്ക് പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒറ്റ ട്രിപ്പിന് ആ ഫുള്ള് മിൽക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ശരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായി വിസ്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി മിൽക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിലാവാനും പാടില്ല. അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നഷ്ടപ്പെടും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വരണം. നമ്മൾ വിസ്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരണം. ഇതാണ് ആ ബാറ്ററിൻ്റെ കറക്റ്റ് ലെവല്. ഇനി നമുക്ക് കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കുക്കറിൻ്റെ ഉള്ളിൽ നമ്മളിനിപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഒരു തട്ടിട്ടിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വാഷർ ഉണ്ടല്ലോ, അത് ഊരി മാറ്റിയിട്ട് വേണം ഇങ്ങനെ അടച്ചു വെക്കാൻ. അങ്ങനെ 10 മിനിറ്റോളം ഇരിക്കട്ടെ. ബട്ടർ തടവിയിട്ടുള്ള ഒരു പോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് സെറ്റ് ആക്കണം. കാരണം എയർ ബബിൾസ് ഒന്നും അതിലധികം നിൽക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ട് ഈ പോട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് സ്ലിമ്മിലിട്ടിട്ട് ഒരു 30 to 35 മിനിറ്റ് ഇങ്ങനെ വെക്കുക, അടച്ചു വെക്കുക. ഇപ്പോൾ ഇതാ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, കേക്ക് നല്ല പൊങ്ങി വന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ടൂത്ത് പിക്കിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് നേരം കൂടി വെക്കണം. ഇപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ പിടിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെന്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അതാ ചൂടാറിയപ്പോൾ തന്നെ നമുക്ക് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മെല്ലെ മാറ്റി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ അടിപൊളി നല്ല ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഇങ്ങനെ കഴിക്കാനെന്ന ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ മുകളിൽ വെറുതെ നമുക്ക് കുറച്ചൊരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ആ ഒരു ലുക്ക് കിട്ടാനും പിന്നെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് സാധാരണ കഴിക്കാനുള്ള ഒരു കേക്കായി മാറി. ഇനിയിപ്പോൾ അതിനുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം.
അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ക്രീം ടെക്സ്ചർ വരണ വരെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഈ ഒരു ലെവലിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മുകളിൽ മാത്രം ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കേക്ക് ഒന്ന് പകുതിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലും കൂടി ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കേക്കൊന്നും ഉണ്ടാക്കി നോക്കാത്ത ബിഗിനേഴ്സിന് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ബിസ്ക്കറ്റും പാലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.